എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കോടതിയിൽ വാദം തുടരുകയാണ്. എതിർകക്ഷി വക്കീല് ഇങ്ങനെ വാദിക്കുന്നു: പ്രിയപ്പെട്ട ജൂനിയർ വക്കീൽ സ്വന്തം വിവാഹത്തെയും ഭർത്താവിന്റെ ചേട്ടൻ ചെയ്ത കുറ്റത്തെയും ഒരുമിച്ച് കൂട്ടി വായിക്കാൻ നോക്കുകയാണ്. സഹോദരി ഒരാളെ വിവാഹം ചെയ്തു എന്ന് വെച്ചിട്ട് സഹോദരി വിവാഹം ചെയ്ത ആളുടെ ചേട്ടനെ കള്ളനാക്കുക എന്നത് എവിടെയെങ്കിലും കേട്ടുപരിചയമുള്ള കാര്യമാണോ സാർ? ഇത് കേൾക്കുന്ന വേദ ജഡ്ജിയോടായി പറയുന്നു: അതെ സാർ, എവിടെയും കേട്ടുകേൾവി പോലുമില്ലാത്ത ഇങ്ങനൊരു കാര്യം ഉപയോഗിച്ച് എൻ്റെ കക്ഷിയായ വിശ്വനാഥനെ കെണിയിൽപ്പെടുത്താൻ ശ്രമിക്കുകയെന്നാണ് ഇവരുടെ ലക്ഷ്യം. എന്നാൽ ഇതിനെതിരായി ഒരു തെളിവ് കൂടി സമർപ്പിക്കാനായിട്ട് എന്നെ അനുവദിക്കണമെന്ന് ഞാൻ കോടതിയോട് അപേക്ഷിക്കുന്നു. ജഡ്ജിയോടായി ഇപ്പോൾ വേദ പറയുന്നു: എൻ്റെ കക്ഷി 5 ലക്ഷം രൂപ ഫ്ലാറ്റ് മേടിക്കാനായി കൊടുത്തു എന്നതാണല്ലോ എതിർകക്ഷിയുടെ വാദം. എന്നാൽ വിശ്വനാഥൻ അങ്ങനൊരു പണം എവിടെയും കൊടുത്തിട്ടില്ല. ആകെ ചെയ്തിട്ടുള്ളത് ഫ്ലാറ്റ് വാങ്ങാനായി ഒരു ചിട്ടിയിൽ ചേരുക എന്നത് മാത്രമാണ്. അതിനായി ഒപ്പിട്ടുകൊടുത്ത പേപ്പറിൽ നിന്ന് വ്യാജമായി ചിത്രീകരിച്ച ഒരു രേഖയാണ് കോടതിക്ക് മുമ്പാകെ ഇവർ സമർപ്പിച്ചിട്ടുള്ളത്. വേദ തുടരുകയാണ്: എൻ്റെ കക്ഷിയുടെ അനുജനായ വിനായകനാണ് ഈ ചിട്ടിയിലേക്ക് വിശ്വനാഥനെ ചേർത്തത്. SK ട്രേഡേഴ്സിൻ്റെ ഉടമ ശ്രീകാന്തിൻ്റെ ഭാര്യ പിതാവിൻ്റെ ഉടമസ്ഥതയിലുള്ള ചിട്ടി കമ്പനിയാണത്. അതിനു വേണ്ടുന്ന രേഖകൾ ഞാൻ ഇപ്പോൾ തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചിട്ടിയിൽ ചേർക്കാൻ എന്ന വ്യാജനെ അവർ ഉണ്ടാക്കിയ എഗ്രിമെന്റിൽ നിന്ന് ഒപ്പെടുത്ത് വ്യാജമായി നിർമ്മിച്ചതാണ് ആ രേഖകളെല്ലാം തന്നെ. മാത്രമല്ല, ബാങ്കിൽ കൊണ്ട് നിക്ഷേപിക്കാനായി വെച്ച പൈസയുടെ സീരിയൽ നമ്പർ വരെ നോട്ട് ചെയ്ത് വെക്കുക എന്നത് അത്ര സാധാരണയുള്ളൊരു കാര്യമല്ല. അതിൽ നിന്ന് മനസ്സിലാക്കാം ഇവരിതെല്ലാം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതാണ്. കൂടാതെ കഴിഞ്ഞ ദിവസം എൻ്റെ പ്രതിക്കെതിരെ സാക്ഷി പറഞ്ഞ മാനേജറായ സുഭാഷിനെ ഒന്നുകൂടി വിസ്തരിക്കാനായിട്ട് കോടതി അനുവദിക്കണമെന്ന് വേദ പറയുന്നു. അങ്ങനെ ജഡ്ജി അതിന് അനുമതി കൊടുക്കുന്നു. അങ്ങനെ സുഭാഷിനെ വിസ്തരിക്കുമ്പോൾ പക്ഷെ അയാൾ മൊഴിമാറ്റി പറയുന്നു. കഴിഞ്ഞ ദിവസം വേദ സുഭാഷിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അയാൾ സത്യാവസ്ഥയെല്ലാം തുറന്നു പറഞ്ഞതായിരുന്നു. ശ്രീകാന്ത് പറഞ്ഞിട്ടാണ് താൻ ഇതൊക്കെ ചെയ്തതെന്ന്. എന്നാൽ ഇന്ന് ജഡ്ജിയുടെ മുമ്പിൽ വെച്ച് ചോദിക്കുമ്പോൾ അയാൾ അതെല്ലാം മാറ്റി പറയുന്നു. വിശ്വനാഥൻ തന്നെയാണ് കുറ്റക്കാരനെന്ന് അയാൾ തീർത്തു പറയുന്നു. ഇരുകൂട്ടരുടെയും വാദം കേട്ട ശേഷം ജഡ്ജി കേസ് മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റിവെക്കുന്നു. കോടതിയിലെ വാദം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം ശ്രീകാന്ത് വേദിയെ കളിയാക്കാനായി ഓരോന്ന് പറഞ്ഞു കൂട്ടുന്നു. എന്തായാലും നിന്റെ വാദം കഴിഞ്ഞ ദിവസത്തിനെക്കാട്ടിലും മെച്ചപ്പെട്ടിട്ടുണ്ട്. എന്നാൽ എനിക്കെതിരായി വാദിക്കാനായിട്ട് നീ ആളായിട്ടില്ല. അടുത്ത ദിവസം കോടതി കൂടുമ്പോൾ ഞാൻ എന്തായാലും ബാക്കി തെളിവുകളും കൂടെ നിനക്കെതിരായിട്ട് ഹാജരാക്കിയിരിക്കും. അതോടുകൂടി ഈ കേസിനൊരു അവസാനമാകും. കൂടാതെ ആ കുടുംബത്തിലെ ഓരോരുത്തരെയായിട്ട് ഞാൻ നാണം കെടുത്തും. അവസാനം അവർ നിന്നെ തള്ളിപ്പറയുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തരും. ഈ സമയം സുധാകരൻ മാഷിന്റെ വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നന്ദിനിയും വിനായകനും. നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നതെന്ന് വിനായകൻ ചോദിക്കുമ്പോൾ, അത് ഇന്ന് വിശ്വേട്ടനെ പുറത്തിറക്കുമെന്ന് അവൾ വാശിക്ക് പറഞ്ഞിട്ട് പോയ ദിവസമല്ലേ, എങ്ങാനും അവൾ വിശ്വേട്ടനെ കൂട്ടിക്കൊണ്ടു വന്നാലോ? ഇത് കേൾക്കുന്ന വിനായകൻ, വിശ്വേട്ടൻ പുറത്തിറക്കുന്നത് നല്ല കാര്യമല്ലേ, അതിന് നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? മറുപടി നന്ദിനി, അത് നല്ല കാര്യമാണ് എങ്കിലും പക്ഷേ അത് അവളായിട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ എനിക്ക് അവളുടെ മുഖത്ത് നോക്കാൻ പറ്റുമോ? അവൾക്ക് പിന്നെ ഈ വീട്ടിലുള്ള സ്ഥാനം പഴുതിനെക്കാട്ടിലും മേളിലായിരിക്കില്ലേ? അല്ലെങ്കിൽ തന്നെ അവൾ കോട്ടിട്ടപ്പോഴേ എനിക്ക് ടെൻഷൻ കൂടിയതാ. വിനായകനോടായി നന്ദിനി ഇപ്പോൾ ഒന്ന് ചോദിക്കുന്നു: അല്ല, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, അവൾ കേസ് ജയിക്കുമോ ഇല്ലയോ? മറുപടി വിനായകൻ, ആദ്യത്തെ തവണ ഒന്ന് തോറ്റതല്ലേ, ഇത്തവണയും എനിക്ക് വലിയ പ്രതീക്ഷയില്ലെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന നന്ദിനി, അപ്പോൾ അവൾ എന്തായാലും കേസിൽ തോക്കുമായിരിക്കും അല്ലേ? എന്നാലും വിശ്വേട്ടൻ വീണ്ടും ജയിലിൽ കിടക്കണ്ടേന്ന് ഓർക്കുമ്പോഴാ ഒരു വിഷമം. ഇത് കേൾക്കുന്ന നന്ദിനി, നമുക്കതിന് നല്ലൊരു വക്കീലിനെ തന്നെ വെക്കാം. ഇത് കേൾക്കുന്ന വിനായകൻ, അതിനുള്ള കാശ് നിന്റെ അച്ഛൻ കൊടുക്കുമോ എന്ന് ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നു. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ വേദയും വിക്രമും സുധാകരൻ മാഷും ശ്രീജിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവരെ കണ്ടപാടെ കമല ഓടി വന്ന്, എന്താ മാഷേ, എന്താ ഉണ്ടായത്? അവൻ ഇത്തവണയും ജാമ്യം കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ടപാടെ കരഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് ശ്രീജ. എന്താ മോളെ ഉണ്ടായതെന്ന് ശ്രീജയോടും കമല ചോദിക്കുന്നു. ഇപ്പോൾ ശ്രീജ പറഞ്ഞു തുടങ്ങുകയാണ്: അമ്മയെപ്പോലെ ഞാനും വേദയുടെ വാക്കിനെ വിശ്വസിച്ചു. ഇന്ന് ഉറപ്പായി ജാമ്യം കിട്ടുമെന്ന്. പക്ഷേ അതുണ്ടായില്ലെന്ന് ശ്രീജ വിഷമത്തോടുകൂടി പറയുന്നു. ഈ സമയം വിക്രം ഒന്ന് പറയുന്നു: പ്രോസിക്യൂഷൻ സാക്ഷിയെ ചെന്നാണ്ട് സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു ചീത്തപ്പേര് മാത്രം ബാക്കിയായി. എന്നാലും അയാളെയൊക്കെ നിനക്ക് വിശ്വസിക്കാൻ തോന്നിയല്ലോ എന്ന് വേദയോടായി ചോദിക്കുന്നു. ഇപ്പോൾ ശ്രീജയടത്തിയും വേദയോട് സങ്കടത്തോടുകൂടി ഒന്ന് പറയുന്നു: വേദയ്ക്ക് വേണ്ടത്ര കഴിവില്ലാത്തത് കൊണ്ട് തന്നെയല്ലേ വിശ്വേട്ടനെ ജാമ്യത്തിലെടുക്കാൻ കഴിയാതെ പോയത്. ഇത് കേട്ടപാടെ നന്ദിനി അത് ഏറ്റുപിടിക്കുകയാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളൊക്കെ വിരോധം കൊണ്ടാന്ന് പറയും. അതുകൊണ്ടാ ഇവള് വാദിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയാഞ്ഞത്. LLB പരീക്ഷ പഠിച്ച് പാസ്സാവാനായിട്ട് മണ്ടി എന്ന് പറയുന്ന എനിക്ക് വരെ പറ്റും. പക്ഷെ അതുപോലെയല്ല ഒരു കേസ് കോടതിയിൽ പഠിച്ച് വാദിച്ച് ജയിക്കുന്നത്. ജൂനിയർ ആയപ്പോൾ തന്നെ ഒരു കേസ് വാദിച്ച് ജയിക്കാമെന്നുള്ള അഹങ്കാരമായിരുന്നു അവൾക്ക്. ഇപ്പൊ എല്ലാവർക്കും മതിയായല്ലോ. വിശ്വേട്ടന്റെ കേസ് ഇവള് തന്നെ വാദിച്ച് ജയിക്കുമെന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടാണെന്ന് അമ്മയ്ക്ക് അറിയുമോ എന്ന് കമലയോടായി ചോദിക്കുന്നു. വേറെ ആരും തന്നെ ഇവൾക്ക് കേസ് കൊടുക്കത്തില്ലെന്ന് നന്നായിട്ടറിയാം. ഇതാകുമ്പോൾ വിശ്വേട്ടൻ അകത്ത് പോയെന്നും ഇരിക്കും, ഇവൾക്ക് കേസ് വാദിച്ച പോലെയാകും. എന്തായാലും നല്ല ബുദ്ധി തന്നെ നിന്റെതെന്ന് വേദയോടായി പറയുന്നു. ഇത് കേൾക്കുന്ന വേദ മറുപടിയായി,
ഏട്ടത്തി വെറുതെ അപവാദം പറയരുത്. വിശ്വേട്ടനെ ഞാൻ പുറത്തിറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. കേസ് വിധിയൊന്നും ആയിട്ടില്ലല്ലോ. 26-ാം തീയതി വീണ്ടും കേസ് കോടതിയിൽ വരില്ലേ? അപ്പോൾ എന്താ നടക്കുന്നതെന്ന് നോയിക്കോളൂ. ഇത് കേട്ടപാട് നന്ദിനി ശ്രീജയോടെ ഒന്ന് പറയുന്നു. ശ്രീജേട്ടത്തി, നിങ്ങളുടെ ഭർത്താവ് ജയിലിൽ പോയി കിടക്കണ്ടെന്നുണ്ടെങ്കിൽ വേറെ കൊള്ളാവുന്ന നല്ല ഏതെങ്കിലും വക്കീലിനെ വെക്കാൻ നോക്ക്. അല്ല, ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ഇത് കേട്ടപാടെ നന്ദിനിയോട് സംസാരം നിർത്താനായിട്ട് സുധാകരൻ മാഷ് ആവശ്യപ്പെടുന്നു. മാഷ് നന്ദിനിയോടായിട്ടൊന്ന് ചോദിക്കുന്നു, കോടതിയിൽ എന്താ നടന്നതെന്നറിയാനായിട്ട് നന്ദിനി അവിടെ ഉണ്ടായിരുന്നോ? കമലി ഇപ്പോൾ ഒന്ന് എല്ലാവരോടുമായി പറയുന്നു, എനിക്ക് നിങ്ങളുടെ തർക്കമൊന്നും കേൾക്കണ്ട. വിശ്വത്തെ എപ്പോൾ പുറത്തിറക്കാൻ പറ്റും അത് മാത്രം അറിഞ്ഞാൽ മതി. ഇത് ഇപ്പോൾ കമലയോടെ ഒന്ന് പറയുന്നു, ആ മാനേജർ സുഭാഷ് സത്യം പറഞ്ഞോളാമെന്ന് എനിക്ക് വാക്ക് തന്നതാ. എന്നിട്ട് പക്ഷേ കോടതിയിൽ വന്ന് മാറ്റി പറഞ്ഞു. അങ്ങനെയല്ലായിരുന്നെങ്കിൽ വിശ്വേട്ടന് ഇന്ന് തന്നെ ജാമ്യം കിട്ടിയേനെ. അയാളെ വിശ്വസിച്ചു പോയി. അതെനിക്ക് പറ്റിയ തെറ്റാണ്. പക്ഷേ അടുത്ത തവണ ഉറപ്പായും വിശ്വേട്ടനെ ഞാൻ പുറത്തിറക്കിയിരിക്കും. അതെന്റെ വാക്കാണ്. ഈ സമയം അങ്ങോട്ടേക്ക് ശ്രീകാന്ത് കാറിൽ വന്നിറങ്ങുന്നു. അകത്തേക്ക് വന്നവാടെ വേദയെ പരിഹസിക്കാനായി ഇങ്ങനെ പറയുന്നു, എന്താ വേദ, കോടതിയിൽ തോറ്റു എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ എടുത്തിട്ട് നിന്നെ പൊലിക്കുകയാണോ? ഇത് കേൾക്കുന്ന വേദ, നിങ്ങളോട് ആരാ ഇന് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്? ഇവരുടെ എല്ലാം മുമ്പിൽ നീ ഇങ്ങനെ നാണം കെട്ടി നിൽക്കുന്നത് ഒന്ന് കാണണമെന്ന് തോന്നി. അതുകൊണ്ടാണ് കാർ ഇങ്ങോട്ടേക്ക് തിരിച്ചത്. അതെന്തായാലും ആഗ്രഹിച്ച പോലെ നടന്നു. ശേഷം ശ്രീകാന്ത് എല്ലാവരോടുമായി ഒന്ന് പറയുന്നു, ദേ ഇവളെന്നല്ല, ഏത് വക്കീൽ വിചാരിച്ചാലും നിങ്ങളുടെ മകൻ വിശ്വം പുറത്തിറങ്ങാൻ പോകുന്നില്ല. കോടതിക്ക് തൊണ്ടി മുതലല്ലേ പ്രധാനം. അത് എങ്ങനെ വേണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ പണം നിങ്ങൾ തന്നെ ഒളിപ്പിച്ചു വെച്ചിരിക്കുമ്പോൾ അത് നേരിട്ട് ഹാജരാക്കാൻ വളരെ എളുപ്പമാണല്ലോ അല്ലേ എന്ന് വേദ ചോദിക്കുന്നു. ഇതിന് മറുപടി ശ്രീകാന്ത്, ഞാൻ അത്ര പൊട്ടനൊന്നുമല്ല. ആ പണം ഞാൻ പോലീസിൽ ഹാജരാക്കും. അത് കിട്ടേണ്ട സ്ഥലത്തുനിന്ന് തന്നെ അവർ കണ്ടെത്തും. എന്നിട്ട് അത് ആരുടെ സഹായത്തോടു കൂടിയാണ് അവിടെ കൊണ്ടുവച്ചതെന്ന് വിശ്വം തന്നെ പറയും. പോലീസ് അവനെ കൊണ്ട് പറയിക്കും. ഇപ്പോൾ കമലയൊന്ന് ശ്രീകാന്തിനോടായി ചോദിക്കുന്നു, വിശ്വം എന്ത് ദ്രോഹം ചെയ്തിട്ടാ നിങ്ങൾ ഇങ്ങനൊക്കെ അയാളോട് കാണിക്കുന്നത്? ഇത് കേൾക്കുന്ന ശ്രീകാന്ത് മറുപടിയായി ഒന്ന് പറയുന്നു, എനിക്കതിന് വിശ്വനോട് എന്ത് വിരോധം? എനിക്ക് ആകെ വിരോധമുള്ളത് ദേ ഈ വേദയോടും വിക്രമിനോടുമാണെന്ന് ശ്രീകാന്ത് പറയുന്നു. എന്റെ കുടുംബത്തിനെ അന്തസ്സിനെയാണ് ഇവനെ ഇവളും കൂടി കരിവാരിത്തേച്ചത്. അതിന് എന്ത് പരിഹാരമാണ് വേണ്ടതെന്ന് കൂടി ഞാൻ ഇവളോട് പറഞ്ഞിട്ടുണ്ട്. അത് നടക്കുന്നത് വരെ ഈ വീട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. ഇതിനുള്ള മറുപടിയായി വേദ, നിങ്ങൾ എന്തൊക്കെ ചെയ്താലും നിങ്ങൾ വിചാരിച്ച ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല. കൂടാതെ ഈ കുടുംബത്തിലുള്ള ആർക്കും തന്നെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇത് പറയുന്നത് ഞാൻ തന്നെയാണ്, വേദ ശങ്കരനാരായണൻ. ഇത് കേൾക്കുന്ന ശ്രീകാന്ത്, നീ ഇപ്പോഴും ഉച്ചരിക്കുന്നത് നിന്റെ പേരിന്റെ കൂടെ പണിക്കത്ത് ശങ്കരനാരായണൻ എന്നാണെങ്കിൽ ആ പാരമ്പര്യത്തിൽ ഒരു കുഞ്ഞു പിറക്കാതെ നോക്കേണ്ടത് എന്റെ കൂടി ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനാണെങ്കിലും ഞാനത് ചെയ്തിരിക്കും. ഇത്രയും പറഞ്ഞ ശേഷം അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്ന ശ്രീകാന്തിനെ പിടിച്ചു നിർത്തി സുധാകരൻ മാഷ് ഒന്ന് പറയുന്നു. പക്ഷെ ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും ഇല്ലാതാക്കാൻ ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. പെൺകുട്ടി ഏത് നിമിഷം നിങ്ങളുടെ കുടുംബത്തിലേക്ക് തിരിച്ചു വരാൻ പോയാലും ഞങ്ങളത് തടയുമായിരുന്നില്ല. പക്ഷേ ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്ന് വിളമ്പിയ അഭിമാനബോധത്തെ പറ്റി കേട്ടതുകൊണ്ട് പറയുകയാണ്. ഇവളെന്റെ മകനെ ഉപേക്ഷിക്കുമോ അതോ കൂടെ നിൽക്കുമോ എന്നതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ സുധാകരൻ മാഷിന്റെ വീട്ടില് എത്ര നാൾ ജീവിക്കണമെന്ന് ഈ കുട്ടിക്ക് തോന്നുമോ അത്രയും നാൾ ഇവൾ ഇവിടെ തന്നെ ജീവിക്കും. അതിനിടയിൽ എന്റെ മകനിൽ അവൾക്കൊരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞ് ഈ വീട്ടിൽ തന്നെ വളരും. അത് ജില്ലാ ജഡ്ജി ശങ്കരനാരായണന്റെ പിൻതലമുറയിലെ കുഞ്ഞായിട്ടല്ല, വളരിക്കൽ സുധാകരൻ മാഷിന്റെ തലമുറയിലെ കുഞ്ഞായിട്ട്. അതില്ലാതാക്കാൻ നിങ്ങൾ ഏതറ്റം വരെ പോയാലും അത് തടയാനായിട്ട് ഞാനുണ്ടാവും. നിങ്ങൾ ചെല്ലെന്ന് പറഞ്ഞ് ശ്രീകാന്തിനെ പുച്ഛത്തോടുകൂടി മാഷ് അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അന്നേ ദിവസം രാത്രിയിൽ വേദ വിക്രമനോടായി എനിക്കൊന്ന് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു. ഇന്ന് നിന്റെ ചേട്ടൻ വന്ന് പോയതിനെ പറ്റിയാണോ എന്നാണ് വിക്രം ചോദിക്കുന്നത്. മറുപടി വേദ, എന്റെ ചേട്ടനെ പറ്റി അല്ലെങ്കിലും ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടോ? അതല്ല, വിശ്വേട്ടന്റെ കേസ് ഫയലിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യത്തെ പറ്റിയാണ്. ബാഗിലിടാനായിട്ട് കൊടുത്തയച്ച പണം വിശ്വേട്ടന്റെ കൈ കൊടുത്തു വിട്ടത് അസിസ്റ്റന്റ് മാനേജറാണ്. തലേന്നാണ് ആ പണം ബാഗിൽ നിന്ന് പിൻവലിച്ചത് പോലും. പിൻവലിച്ച ശേഷം നിക്ഷേപിക്കാനായി കൊടുത്തു വിടുകയായിരുന്നു എന്നാണ് അവർ കോടതിയിൽ പറഞ്ഞത്. മാത്രമല്ല പിൻവലിച്ചതിന്റെ രസീതും അതിന്റെ സീരിയൽ നമ്പറും ഉൾപ്പെടെ അവർ കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. പണത്തിൽ നിന്നാണ് വിശ്വേട്ടൻ ഫ്ലാറ്റിന് അഡ്വാൻസ് കൊടുത്തതെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആ പണം ബാങ്കിൽ നിക്ഷേപിക്കാനായിട്ട് സാധ്യതയില്ല. കുറച്ചു കാലത്തേക്കെങ്കിലും അവരെവിടെയെങ്കിലും അത് സൂക്ഷിച്ചു വെക്കും. പണം കണ്ടെത്താനായിട്ട് സാധിച്ചാൽ അത് ശ്രീയേട്ടന്റെ കയ്യിൽ തന്നെ ഉണ്ടെന്ന് നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞ വിശ്വേട്ടനെ നമുക്ക് ഉറപ്പായും പുറത്തു കൊണ്ടുവരാൻ കഴിയും. കേട്ടിരിക്കുന്ന വിക്രം, കറക്റ്റ്. അത് എവിടെയുണ്ടെന്ന് നമ്മൾ കണ്ടെത്തണം. എവിടെയെ വേദ, വിശ്വേട്ടൻ ഏതായാലും അത് വീട്ടിൽ സൂക്ഷിക്കില്ല. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലും അതുണ്ടാവാൻ വഴിയില്ല. പക്ഷേ അതെവിടാണെന്ന് അറിയാൻ കഴിയുന്ന ഒരാളുണ്ട്. വിശ്വേട്ടൻ ജോലി തരുന്ന കമ്പനിയിലെ അസിസ്റ്റന്റ് മാനേജർ. കേൾക്കുന്ന വേദ, അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അയാൾ ഉറപ്പായും അതെവിടാണെന്ന് പറയാൻ പോകുന്നില്ല. കോടതിയിൽ വെച്ച് മാനേജർ പോലും മൊഴി മാറ്റി പറഞ്ഞത് നമ്മൾ കേട്ടതല്ലേ. അയാൾ നമ്മളോട് പറയും ആ പണം മാറ്റിയത് ശ്രീയേട്ടനാണ്. എന്നിട്ട് കോടതിയിൽ വന്ന് വീണ്ടും മാറ്റി പറയും. ഈ കോടതിയിൽ വെച്ച് അക്കാര്യം വേണ്ട പോലെ കൈകാര്യം ചെയ്യാത്തത് കൊണ്ടാണെന്നും ഞാൻ ചോദിക്കുന്ന പോലെ ചോദിച്ചിരുന്നെങ്കിൽ അയാൾ സത്യം പറഞ്ഞേനെ എന്നാണ് വിക്രം വേദയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്.
എന്തായാലും നിന്റെ ഐഡിയക്ക് താങ്ക്സ് എന്ന് പറഞ്ഞ് വിക്രം അവിടെ നിന്ന് പോകുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡോട് സാധിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.